വരന്നേ ഓടും പെരയുന്നോ അല്ലെങ്കിൽ ഓലപ്പെരയുന്നോ? നിങ്ങളന്ന് താമസിച്ചില്ലേ? ആ ഓടും പെരയുന്നോ അല്ലെങ്കിൽ ഓലപ്പെരയുന്നോ? അന്നൊക്കെ കറണ്ട് ഉണ്ടായിരുന്നോ? പെരിയിൽ വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നോ? അന്ന് നിങ്ങൾ പണിക്ക് വണ്ടിയിലാ പോയിന്നാലും നടന്നിട്ടാ പോയിന്ന്? അന്ന് വണ്ടികളൊന്നുമില്ല. നിങ്ങൾ സ്കൂൾക്ക് മദ്രസക്ക് കേൾക്കണോ? പള്ളിക്ക് പോകും. അയൽക്കടി അയച്ചിട്ടുണ്ടാവും, അങ്ങോട്ട് പോകും. പിന്നെ പോകുമ്പോൾ ചായ കുടിച്ചുമ്പോൾ ആവുന്നേ. അന്ന് നിങ്ങൾ സ്കൂൾക്ക് മദ്രസക്കൊക്കെ പോയിന്നോ? ഈ സ്കൂൾക്ക് മദ്രസക്കൊക്കെ പോയിന്നോ? സ്കൂൾക്ക് മദ്രസയിൽ പോകാൻ കുറച്ചേ പോകും. എത്ര വരെ? അന്നൊക്കെ കളിച്ചെടുത്തിരുന്നു. അങ്ങനെ സ്കൂളിൽ പോയില്ലേ. എത്ര വരെ നിങ്ങൾ പോയിക്കണേ? ഞാനും ഇവിടെ 4 വരെ 5 വരെ എത്തിയല്ലോ. ഇവിടെ അത് 4 വരെ എത്തിയിട്ടുണ്ടാകും മദ്രസക്കും. അതൊന്നും ചേച്ചി പോയിട്ട് പഠിച്ചിട്ടൊന്നും ഇല്ല. നമുക്ക് വരുമ്പോൾ കുടിക്ക് പോലും അങ്ങനെ നിങ്ങൾക്ക് എഴുതാനും വായിച്ചാനൊക്കെ അറിയുന്നോ? ചെയ്യുന്നല്ലോ. അങ്ങനെ നോക്കി ഇതിലപ്പോൾ കുറേശ്ശെ കലയിക്കുന്നത്. അതിൻ്റെ പ്രാവശ്യം മണിക്കൂർ എത്ര വയസ്സിലെ പണിക്കോലം എടുത്തിക്കണ്? എത്ര വയസ്സിലെ പണിക്കോലം എടുത്തിക്ക്? 5-8 വയസ്സായി പണിക്കോലം എടുത്തിക്ക. ചേർക്കല പൊട്ടിച്ചിട്ട് അവർ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയായിട്ട് പിന്നെ കൂലിപ്പണിക്ക് പോയി കാണിക്കൊക്കെ. പിന്നെ വളരെ കുഞ്ഞുകുട്ടി അതിൻ്റെ കയ്യത്ത് വഴി കിടന്നിരുന്നു. നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും കല്ലെത്താൻ വയ്ക്കണോ? ദൂരെ എവിടേക്കെങ്കിലും കല്ലെത്താൻ എങ്ങോട്ടേക്കൊക്കെ? കുന്നമടത്ത് വയ്ക്കണു, കണ്ണൂരും വയ്ക്കണു, പിന്നെ മംഗലാപുരം വയ്ക്കണു. അനവധി കാലം നടന്നു പറ്റുന്നു. കടുവായ പുറത്ത് വയ്ക്കണു. അപ്പോഴൊക്കെ നിങ്ങൾ വണ്ടിയിലാണ് പോയിന്ന്? ദൂരത്തേക്കൊക്കെ വണ്ടിയിലാണ് പോയിന്ന്? അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ബസ്സിന് പോകും. അടുത്ത ചെറുപ്പത്തിനൊക്കെ നടന്നു പോകുമ്പോൾ. അന്ന് നിങ്ങൾ തീവണ്ടി വിമാനമൊക്കെ നിങ്ങൾ കണ്ടിരുന്നോ? തീവണ്ടിയോ വിമാനമൊക്കെ നിങ്ങൾ കണ്ടിരുന്നോ? വിമാനമൊക്കെ നിങ്ങൾ കണ്ടിരുന്നോ? നിങ്ങളന്ന് തീവണ്ടി പോയിന്നോ? കണ്ണൂർക്ക് പോകാനൊക്കെയില്ല, തീവണ്ടി പോകാനൊക്കെയാണ്. നിങ്ങൾ ഉംറയൊക്കെ ചെയ്തിക്കണോ? ചെയ്തിക്കണോ ഉംറ ഹജ്ജൊക്കെ? വലിയ മത്സ്യത്തിൻ്റെ അതിന് പോയപ്പോൾ ഉമ്മർക്ക് പോയപ്പോൾ മത്സ്യത്തെ പോയി. എൻ്റെ ഉമ്മറ വലിയ മത്സ്യത്തെ പോയി. 13-14 കൊല്ലത്തോളം. ഇപ്പം നിങ്ങൾക്ക് പോകാൻ വയ്ക്കുമോ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് പോകാൻ വയ്ക്കുമോ ഹജ്ജിനും ഉംറക്കൊക്കെ? പോകില്ല. ആയിട്ടില്ല.
അപ്പം ഇങ്ങനെ നടക്കണം. അതൊന്നും താല്പര്യം. അന്ന് നിങ്ങൾ ചൂടെടുക്കുമ്പോഴല്ലേ ഫാൻ ഇട്ടിരുന്നാല് വീശണി കൊണ്ട് വീശിന് ഫാനല്ലേ പങ്ക അത് ഇട്ടി നിങ്ങൾ അല്ലെങ്കിൽ വീശണി കൊണ്ട് വീശി എഴുതിന് ഇതൊന്നുമില്ല കാര്യക്കാം. ഇവിടെ അങ്ങോട്ടെല്ലാം പങ്കുണ്ടായാലും പക്ഷേ അവിടെ ഒന്നും പങ്കുണ്ടാവില്ല. ആ വിലയൊന്നും ഉണ്ടാവില്ല. അതുപോലെ കറണ്ട് ലൈറ്റും കറണ്ട് കുഴപ്പമില്ല. എല്ലാം പങ്കൊന്നുമില്ല. പങ്കപ്പം ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായി? നിങ്ങൾക്ക് എത്ര വയസ്സായി? 97 വയസ്സായി. അത് നിങ്ങളെ കൂട്ടാനൊക്കെ ഇറച്ചി മീനായിരുന്നോ? അന്ന് നിങ്ങളെ കൂട്ടാനങ്ങളൊക്കെ ഇറച്ചി മീനായിരുന്നോ അല്ലെങ്കിൽ പച്ചക്കറിയോ എന്തേലായിരുന്നോ? പച്ചക്കറി ഉണ്ടാക്കും, കുട്ടികളുണ്ടാക്കും. പയറും വെള്ളത്തും ഇതൊക്കെ കുട്ടികളുണ്ടാക്കും. എല്ലാ കായ വെച്ച് വെക്കുന്നുണ്ടാവില്ല. അന്നേ ഇറച്ചി മീനൊക്കെ വാങ്ങിനോ? മീനോ? മീൻ ഭക്ഷണം മേടിച്ചില്ല. ഇത് പാർക്കുള്ളത് പേര് പിടിച്ചിട്ട് അതൊന്നും ഭക്ഷണം. നിങ്ങളന്ന് പാടത്തൊക്കെ കൃഷിയൊക്കെ ചെയ്തിരുന്നോ? പാടത്തൊക്കെ അന്ന് കൃഷിയൊക്കെ ചെയ്തിരുന്നോ? പാടത്ത് കൃഷിയൊക്കെ ചെയ്തിരുന്നോ? കൃഷിപ്പണിയൊക്കെ ചെയ്തില്ല. അതിലെന്തൊക്കെ നിങ്ങൾ നട്ടീന്ന്? അതിലെന്തൊക്കെ നിങ്ങൾ നട്ടീന്ന്? എന്തൊക്കെ നട്ടിരുന്നു? ആ അല്ലാതെ എന്താ നട്ടു? ഇപ്പം നിങ്ങൾക്ക് മുസാഫൊക്കെ ഓതുമ്പോൾ കന്നഡ കേൾക്കണോ? ഖുറാനൊക്കെ ഓതുമ്പോഴില്ലേ കന്നഡ കേൾക്കണോ നിങ്ങൾക്ക്? ഇപ്പം നിങ്ങൾക്ക് ഓരോ എഴുത്തുകളൊക്കെ കാണലൊക്കെ ഉണ്ടോ? ഓരോ എഴുത്തുകളില്ലേ എഴുതിയതുകൾ അതൊക്കെ നിങ്ങൾക്ക് കാണലുണ്ടോ? ഓരോ എഴുതിയ വാക്കുകളില്ലേ അതൊക്കെ നിങ്ങൾക്ക് കാണലുണ്ടോ? കന്നഡ വെക്കാതെ കാണാനല്ലോ. കന്നഡ വെക്കാതെ അല്ലേ ഓരോ എഴുത്തുകളൊക്കെ അല്ലേ കാണലുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് അന്നത്തെ ജീവിതമാണ് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ജീവിതമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്? അന്നത്തെ കാലമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോഴത്തെ കാലമാണ് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക്? നിങ്ങളെ ചെറുപ്പത്തിലത്തെ കാലമാണാലും ഇപ്പോഴത്തെ കാലമാണ് നിങ്ങൾക്ക് ഇഷ്ടം? ചെറുപ്പത്തിലത്തെ കാലമാണാലും ഇപ്പോഴത്തെ കാലമാണ് ഇഷ്ടം? ചെറുപ്പത്തിലില്ലേ നിങ്ങൾ ഇങ്ങനെ കളിച്ചറിഞ്ഞില്ലേ ആ കാലമാണ് ഇഷ്ടം അല്ല ഇപ്പോഴത്തെ കാലമാണ് ഇഷ്ടം? നിങ്ങൾക്ക് അന്നത്തെ ഭക്ഷണത്തിനോടാണ് ഇഷ്ടം? നിങ്ങൾക്ക് അന്നത്തെ ഭക്ഷണത്തിനേക്കാളും കൂടുതൽ ഇന്നത്തെ ഭക്ഷണത്തിനോടാണ് ഇഷ്ടം? അന്നുണ്ടായിരുന്ന ഭക്ഷണമല്ലേ ചോറും ഇതൊക്കെ അല്ലേ അതിനേക്കാളും ഇഷ്ടം ഇന്നത്തെ ഭക്ഷണമാണോ? അന്നത്തെ നെല്ലും ചെടിയും കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കല്? നെല്ലിൻ്റെ ചെടിയില്ലേ നെല്ലിൻ്റെ ചെടിയും കൊണ്ട് നിങ്ങൾ അന്ന് എന്തൊക്കെ നിങ്ങൾ ഉണ്ടാക്കല്? അന്ന് നിങ്ങളെ നെല്ല് കുത്തി അരിയും കൊണ്ട് എന്തൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് തിന്നല്? അന്നില്ലേ നെല്ലുണ്ടാക്കിയില്ലേ ആ അരി കൊണ്ട് നിങ്ങൾ എന്തൊക്കെ തിന്നല്? എന്തൊക്കെ ഉണ്ടാക്കിയിട്ടാ തിന്നല്? ചോറും വെച്ചില്ല എപ്പോഴൊക്കെ പിന്നെ കുത്തിയിട്ട് അപ്പം ഉണ്ടാക്കും. പലമാർക്കും അങ്ങനെയാണെന്നൊന്നും ഉണ്ടാക്കില്ല. ആർക്കും വേണ്ടി ഉണ്ടാക്കുന്നുണ്ടാകും. അന്ന് ബിരിയാണി ഒന്നും ഉണ്ടാക്കിയില്ല?
നിങ്ങളന്ന് ചക്കം കൊണ്ട് ചക്ക കൂട്ടാനൊക്കെ വെച്ചീനോ? ചക്കം കൊണ്ട് ചക്ക കൂട്ടാനൊക്കെ വെച്ചീനോ? അപ്പോൾ ഇതാണ് എൻ്റെ വല്യപ്പ. എൻ്റെ വല്യപ്പാൻ്റെ അന്നത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചോദിച്ചറിഞ്ഞു. എൻ്റെ വല്യപ്പാക്ക് ഇപ്പോൾ 97 വയസ്സായി. അപ്പം അടുത്ത വീഡിയോയ്ക്ക് വരാം. ബൈ ബൈ.